എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ കയ്പമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് അസഹർ ഹുദവി എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കുട്ടി അവിടെ ഒരു മതപഠന കേന്ദ്രമാണ്. ആ മതപഠന കേന്ദ്രത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ പേരൻസ് ഒത്തിരി പ്രതീക്ഷയോടെ കൊണ്ടയാക്കിയ ഒരു കുഞ്ഞായിരുന്നു, ഒരു 15 വയസ്സുകാരത്തി. ആ കുട്ടിക്ക് അവിടെ നിന്ന് നേരിട്ട ഒത്തിരി തിക്താനുഭവങ്ങൾ എന്ന് വെച്ചാൽ ലൈംഗികമായ ആ കുട്ടിയെ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ള കഥയാണ് ഇന്ന് പുറം ലോകത്തോട് ആ കുട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള മെയിൻ കാരണമുണ്ട്. ഈ കുട്ടി പോലീസ് സ്റ്റേഷനിൽ, അതായത് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. ഈ കുട്ടിയെ പരിശോധിച്ചതിൻ്റെയും പീഡനം നടന്നു എന്നതിൻ്റെയും തെളിവുകളും എല്ലാം പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ ഈ അസഹർ എന്ന് പറയുന്ന വ്യക്തിയെ, അതായത് ഈ ഉസ്താദിനെ ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല. അയാൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് എന്തു പറ്റി? അവിടെ പച്ച വെളിച്ചത്തിൻ്റെ അതിപ്രസരമാണോ നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതല്ല എങ്കിൽ ഒരു ഒരു സത്യസന്ധമായ ഒരു അന്വേഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഇയാളെ ഇതുവരെയും അറസ്റ്റ് ചെയ്യുവാൻ ആ പോലീസുകാർക്ക് കഴിയാത്തത്? നമ്മൾക്കറിയാം, അമ്പലത്തിൽ കയറി പൂജ ചെയ്തുകൊണ്ടിരുന്ന പൂജാരിയെ അറസ്റ്റ് ചെയ്തു, പള്ളിയിൽ കയറി അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, എത്രയോ ഉസ്താദുമാരെ അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ട്. പിന്നെ ഇയാൾക്ക് മാത്രം എന്താണ് ഒരു പ്രത്യേകത? ഒരു 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച അയാൾ മഹാനാണ്. അയാളെ ഉസ്താദ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇനി ആ കുട്ടി പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആ കുട്ടിക്ക് മാത്രമല്ല, അതിനകത്ത് ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞത്, ഈ കുട്ടിയുടെ പേരൻസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്പോൾ പേരൻസ് ഈ കുട്ടിയെ സഹായിക്കാൻ മുൻപോട്ട് വന്നു. അതുകൊണ്ടാണല്ലോ കംപ്ലൈൻറ്റ് കൊടുക്കുവാൻ അവർക്ക് സാധിച്ചത്. അതില്ലായിരുന്നു എങ്കിൽ ഈ കുട്ടി എപ്പോഴും ആത്മഹത്യ ചെയ്തു പോകുമായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരുന്നതിൻ്റെ കാരണം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പെൺകുട്ടിക്ക് സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് അഭിനന്ദനീയമായ കാര്യം. പക്ഷേ അവിടെ, അതായത് ഈ കുട്ടി പഠിച്ച ആ മതപഠന കേന്ദ്രത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ പേരൻസ് ഇല്ലാത്ത കുട്ടികൾ, അതായത് അനാഥരായ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കും ഈ ദുരനുഭവങ്ങൾ തന്നെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ആരെഴുന്നേൽക്കും? അവർക്ക് വേണ്ടി ആര് നീതി നടത്തി കൊടുക്കും? എല്ലാം ഒരു പുകമറ സൃഷ്ടിച്ച് നിൽക്കുകയാണ്. ഇനി അതിനകത്ത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇവരെ മതപഠനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ്, അവിടെയുള്ള സ്ത്രീകളായിട്ടുള്ള ടീച്ചേഴ്സാണ് ഈ പീഡനത്തിനൊക്കെ കൂട്ടുനിൽക്കുന്നത്. അതായത് ഓരോ കുട്ടികളെയും ഉസ്താദിൻ്റെ മുറിയിലോട്ട് പറഞ്ഞയക്കുന്നത് ഈ ടീച്ചേഴ്സാണ്. ഇവരെന്താണ് ഈ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? മതപഠനം എന്ന പേരിൽ അവിടെ എന്താണ് ഈ നടക്കുന്നത്? ഇതൊരു മതത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഹിന്ദുക്കളിലും ക്രിസ്ത്യൻസിലും മുസ്ലിംസിലും ഒക്കെ ഇടയിൽ ആത്മീയ നേതാക്കന്മാരെന്ന് പറഞ്ഞും കുറേ അവന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കാരണം ആത്മീയം എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖലയാണ്. അതുകൊണ്ട് കുറേ അവന്മാർ ഒരു വിധത്തിലും ആത്മീയമായി ഒരു പുലബന്ധം പോലുമില്ലാത്ത കുറേ അവന്മാർ ആത്മീയ നേതാക്കന്മാരെന്നും പറഞ്ഞും ഇതുപോലെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് ഇവർ ആൾക്കാരുടെ തലയിലേക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഉസ്താദ്മാർക്കെതിരെ, അച്ഛന്മാർക്കെതിരെ, പൂജാരിക്കെതിരെ, പാസ്റ്റർമാർക്കെതിരെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോകുന്നു, കോപ്പാണ്, തകരും. നല്ല ആൾക്കാർക്കെതിരെ പറഞ്ഞാൽ, അതായത് ഒരു തെറ്റും ചെയ്യാതെ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആൾക്കാർക്കെതിരെ, അതിന് ഉസ്താദോ അച്ഛനോ കപ്പ്യാരോ ഒന്നും ആകണമെന്നൊന്നുമില്ല. അതൊരു സാധാരണക്കാരനാണെങ്കിൽ പോലും തെറ്റ് ചെയ്യാത്തൊരു നല്ല മനുഷ്യനെതിരെ ആരെങ്കിലും ക്രൂശിൽ കയറ്റിയിട്ടുണ്ട് എങ്കിൽ അതിന് വില കൊടുക്കേണ്ടി തന്നെ വരും. ഇന്നല്ലെങ്കിൽ നാളെ അതിന് വില കൊടുക്കേണ്ടി വരും. അതൊരു വാസ്തവമായ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പഠിപ്പിൽ എല്ലാവരുടെയും തലയിലോട്ടങ്ങ് കയറ്റി വെച്ച ആൾക്കാർ മുഴുവൻ ഭയത്തിലായിരിക്കുകയാണ്. ഞങ്ങളുടെ ഉസ്താദ് അങ്ങനെ ചെയ്യത്തില്ല, ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ ചെയ്യത്തില്ല, ഞങ്ങളുടെ പൂജാരി അങ്ങനെ ചെയ്യത്തില്ല, ഞങ്ങളുടെ പാസ്റ്റർ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള ഒരു മിഥ്യാധാരണ ഓരോരുത്തരുടെയും ഓരോ വിശ്വാസികളുടെയും തലയിലേക്ക് അങ്ങ് അടിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് വിവരമില്ലാതെ കുറേ എണ്ണങ്ങൾ ഓശാന പാടിക്കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പീഡന വീരന്മാർ ഇങ്ങനെ ആത്മീയ കേന്ദ്രങ്ങളിൽ മറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ നേരത്തെ ഇതിനകത്തൊരു സപ്പോർട്ട് ചെയ്യുവാൻ വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇവർ തുറന്നു പറയുവാൻ ഇടയായിരുന്നുവെങ്കിൽ ഇതൊന്നും റിപ്പീറ്റ് ചെയ്യപ്പെടത്തില്ല. അല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ പോലീസ് സംവിധാനം ഇങ്ങനെയുള്ളവന്മാരെ പിടിച്ചകത്തിടുവാനുള്ള ഒരു തൻ്റെ ഇടം കാണിച്ചിരുന്നുവെങ്കിൽ ഇവന്മാരൊന്നും ഈ പരിപാടി ചെയ്യത്തില്ല. നിർഭാഗ്യവശാൽ ഒരുമാതിരിപ്പെട്ട പാവങ്ങളുടെ തലയിലോട്ട് കയറാൻ ഇവർക്കൊക്കെ ധൈര്യമുള്ളൂ. ഇതുപോലെയുള്ള വലിയ വലിയ ആൾക്കാരെ പിടിക്കാൻ ഇവർക്ക് ധൈര്യമില്ല. കാരണം പേടിയാണ് എന്തെങ്കിലും പറ്റിപ്പോകുമെന്ന്. കാരണം ആത്മീയ നേതാക്കന്മാരെ പിടിച്ചാൽ വിശ്വാസികൾ ഇളകുമെന്നുള്ള പേടി. ബുദ്ധിയുള്ളവർ വിശ്വാസികളും ഇളകത്തില്ല. അതാണ് മറ്റൊരു സത്യം. ഓക്കെ, ഇനി ഈ വീഡിയോ പുറത്ത് വന്നപ്പോൾ, അതായത് ഈ കുട്ടീനെ പീഡിപ്പിച്ചു എന്നുള്ള വീഡിയോ പുറത്ത് വന്നപ്പോൾ അതിൻ്റെ ചുവട്ടിൽ വന്ന് കമൻ്റ് ഇട്ട കുറേ പേരുണ്ട്. ഞങ്ങളുടെ ഉസ്താദ് അങ്ങനെ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വാമി അങ്ങനെ ചെയ്യത്തില്ല, ഈ കുട്ടി നുണ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാരുടെയൊക്കെ കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. കാരണം
ഉസ്താദ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിനക്ക് എങ്ങനെ അറിയാം? ഈ കമൻ്റ് ഇടുന്നവന്മാർക്ക് എങ്ങനെ അറിയാം ആ കുട്ടി പറയുന്നത് നുണയാണോ ഇല്ലയോ എന്ന്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഏതെങ്കിലും ഒരു പെൺകുട്ടി, അത് ഒരു 15 വയസ്സുകാരിയെ വെച്ചിട്ട് പേരൻസ് ഇങ്ങനെ ഒരു കളിക്കിറങ്ങും? ആ കുഞ്ഞിൻ്റെ ജീവിതം വെച്ചിട്ട് അവർ കളിക്കാൻ ഇറങ്ങുമോ? ഒരുമാതിരിപ്പെട്ട എല്ലാ പീഡന കേസുകളും മുങ്ങിപ്പോകുന്നതിൻ്റെ കാരണം തങ്ങളുടെ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടാകരുത്, അല്ലെങ്കിൽ തങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി നശിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്ക പീഡന കേസുകളും ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്നതിന് കാരണം. എന്നാൽ ഇവർ ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നതുകൊണ്ട് ആ കുട്ടിയും അതുപോലെയുള്ള കുറേ കുഞ്ഞുങ്ങൾക്ക് അതൊരു രക്ഷയായി എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമ്മൾക്ക് ഓർക്കേണ്ടതുള്ളൂ. അതിന് പേരൻസിന് ബിഗ് സല്യൂട്ട് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി, ഇരയാക്കപ്പെട്ട ഒരു കുട്ടി മുൻപോട്ട് വന്ന് പറയുവാൻ തയ്യാറാകുമ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് ഈ കുരുത്തക്കേട് കാണിക്കുന്നവന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. കാരണം എല്ലാത്തിലും നല്ല ആൾക്കാരുണ്ട്, എത്രയോ നല്ല ഉസ്താദുമാരുണ്ട്. ആ നല്ല ഉസ്താദുമാർക്ക് പോലും പേരുദോഷം ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെയുള്ളവന്മാർ. പറയുമ്പോൾ ഉസ്താദ് അതാണ് പറയുന്നത്, അല്ലെങ്കിൽ പറയുമ്പോൾ അച്ഛൻ, അല്ലെങ്കിൽ പാസ്റ്റർ, അല്ലെങ്കിൽ സന്യാസി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പീഡന വീരന്മാരെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്ന് അവന്മാരെ ഈ മേഖലയിൽ നിന്ന് തന്നെ മാറ്റിക്കളഞ്ഞിട്ട് അവന്മാർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ സമൂഹം തയ്യാറായി കഴിയുമ്പോഴാണ് ഈ നല്ല ആൾക്കാർക്ക് സ്വസ്ഥമായി സമാധാനമായിട്ട് അവരുടെ ജോലി, അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ച ആത്മീയ ജോലി അവർക്ക് ചെയ്തു തീർക്കുവാൻ കഴിയത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ നല്ല ആൾക്കാർക്കും കൂടെ ദോഷം ചെയ്യുകയാണ് ഇങ്ങനെയുള്ള പൊട്ടയവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം എന്ന് പറയുന്നത് എപ്പോഴും നന്മയാണ്. അതൊരിക്കലും ഇങ്ങനെ പീഡന വീരന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല ദൈവം. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നന്മ എന്താണെന്ന് പഠിക്കുക, ദൈവം എന്താണെന്ന് പഠിക്കുക. ഇതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള പീഡന വീരന്മാർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുക. ഓർക്കുക, നാളെ നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള പീഡന വീരന്മാർക്ക് സപ്പോർട്ടുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ആരും നീതി മേടിച്ചു തരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കുഞ്ഞിൻ്റെ കണ്ണുനീര്, അതായത് ആ 15 വയസ്സുകാരുടെ കണ്ണുനീര് കാണാൻ നിങ്ങൾക്കിന്ന് കഴിയുന്നില്ല എങ്കിൽ അവൾ അനുഭവിച്ച മാനസിക സംഘർഷം, ആ കുഞ്ഞ് പറയുമ്പോൾ ഇങ്ങനെ വിറച്ചോണ്ട് ആ കുഞ്ഞ് പറയുന്നത്, അപ്പോൾ തന്നെ അറിയാം അത് അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ടെന്ന്. എന്നിട്ട് ആ കുഞ്ഞിനെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റാതെ അതിൻ്റെ കീഴെ വന്നിട്ട് ഈ കുട്ടി നുണയാണ് പറയുന്നത്, ഇവൾ നുണയാണ് പറയുന്നതെന്ന്. എവിടെയാണോ നുണ പറയുന്നത്? ആ കൊച്ചിൻ്റെ ജീവിതത്തിലുണ്ടായ തിക്ത അനുഭവമാണ് സമൂഹത്തിൻ്റെ മുൻപിൽ പറയുന്നത്. അതത്ര നല്ല കാര്യമല്ല വിളിച്ചു പറയുന്നത്. ആ കുഞ്ഞ് അനുഭവിക്കപ്പെട്ട, അതല്ലെങ്കിൽ അതിൻ്റെ ജീവിതം തന്നെ തകർക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ആ കുഞ്ഞ് സമൂഹത്തിന് മുൻപിൽ വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് അങ്ങനെ വിളിച്ചു പറയാൻ തയ്യാറായത്? ആ കുഞ്ഞിന് എവിടുന്ന് നീതി കിട്ടാത്തത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നീതിക്ക് വേണ്ടി ഒരു കൊച്ചിങ്ങനെ സമൂഹത്തിൻ്റെ മുൻപിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയുന്ന നിൻ്റെയൊക്കെ കാരണക്കുട്ടി അടിച്ചു പൊട്ടിക്കുകയാണ് വേണ്ടത്. അതാണ് വേണ്ടത്. അല്ലാതെ മതം പറഞ്ഞുകൊണ്ട് നടക്കുമല്ല ഇതിനകത്ത് വേണ്ടത്. ഇതിനകത്ത് മതം കാണരുത്. ഇതൊരു മതത്തിൻ്റെ പ്രശ്നമല്ലിത്. ഇത് എല്ലാ മതങ്ങളിലും നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് ഒരു മതസമൂഹത്തിൻ്റെ പ്രശ്നം നോക്കിയിട്ടല്ല ചേർന്ന് നിൽക്കേണ്ടത്. ഒരു 15 വയസ്സുകാരി, നാളെ നമ്മുടെ അനിയത്തി, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചേച്ചി, നമ്മുടെ ആരെങ്കിലും ആകേണ്ട ഒരു കുട്ടിയെക്കുറിച്ച്, ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട സപ്പോർട്ടാണ് നമ്മളിവിടെ കാണേണ്ടത്. അല്ലാതെ ഒരു മനുഷ്യത്വമാണ് ആ കുട്ടിയോട് നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ മതം പൊക്കി പിടിക്കുകയല്ല ചെയ്യേണ്ടത്. മതം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പൊക്കി പിടിക്കുക, അല്ലാത്ത സ്ഥലത്ത് മാറ്റിവെക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള വൃത്തികേട് കാണിക്കുന്നവന്മാരെ പൊക്കി പിടിച്ചുകൊണ്ടല്ല നിങ്ങളുടെ മതത്തിന് സപ്പോർട്ട് ചെയ്യേണ്ടത്. അത് ഒരു കൂട്ടരോട് മാത്രമല്ല, എല്ലാ കൂട്ടരോടും പറയാനുള്ള. എല്ലാ കൂട്ടരിലും ഉണ്ട് ഇങ്ങനെ കുറേ പുഴുക്കൊത്ത് പിടിച്ച കുറേ വിശ്വാസികൾ എന്ന് പറഞ്ഞ കുറേ അവന്മാരും അവളുമാരും. കാരണം ഉസ്താദ് തെറ്റ് ചെയ്താലും, സന്യാസി തെറ്റ് ചെയ്താലും, പാസ്റ്റർ തെറ്റ് ചെയ്താലും, ഇനി അച്ഛന്മാർ തെറ്റ് ചെയ്താലും കുറച്ചെണ്ണം ഉണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക. എന്തിനു വേണ്ടിയിട്ട്? അവന്മാരെയൊക്കെ കടിച്ച് കുറ്റി നോക്കി പൊട്ടിച്ചിട്ട് പുറത്തോട്ട് ദൂരെ എറിയാനുള്ള ആർജവം ഉണ്ടാകണം വിശ്വാസിക്ക്. അതാണ് വിശ്വാസി എന്ന് പറയുന്നത്. അല്ലാതെ പിന്നെ ഇവന്മാരെ ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ആത്മീയ നേതാവെന്ന് പറയുന്നവൻ എങ്ങനെയായിരിക്കണം? അവന് വിശുദ്ധനായിരിക്കണം. ഇല്ലെങ്കിൽ പോയിട്ട് വേറെ വല്ല പണി നോക്കട്ടെ. ഈ ആത്മീയ പരിപാടിക്ക് നിൽക്കരുത്. ആത്മീയൻ എന്ന് പറയുന്നവന് വിശുദ്ധനായിരിക്കണം. ഓക്കെ, അവന് തൻ്റെ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ ജയിപ്പിക്കുവാനുള്ളൊരു കൃപ അവനുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. വേറെ വല്ല തെരുവുകളുണ്ട്, സ്ട്രീറ്റുകളുണ്ട്, അവിടെയൊക്കെ പോട്ടെ ഇവന്മാരുടെ സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ചുമ്മാ പാവം പിടിച്ച കൊച്ചു കുഞ്ഞുങ്ങളെയല്ല. എന്ത് കഷ്ടമാണ് 15 വയസ്സുള്ള ഒരു കുട്ടീനെ, അതുപോലെ അതിൻ്റെ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ട് അവിടെ, അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാതെ അവരൊക്കെ ഈ ദുരനുഭവത്തിലൂടെ കടന്നു പോവുക. അപ്പോൾ ഈ കുട്ടി ഈ വിഷയമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ആ കുട്ടികൾക്കും കൂടി ഒരു നീതി ലഭിക്കട്ടെ എന്ന് കാണുന്നതിന് പകരം ഇങ്ങനെയുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ അവന്മാരെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരോട് എനിക്കൊന്നും ചോദിക്കാനുള്ളൂ, നിൻ്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ? അതാണ് എനിക്ക് അവസരത്തിൽ ചോദിക്കാനുള്ളത്. ഓക്കെ, ആദ്യം നീ ഈ കൊച്ചിനെതിരെ കല്ലെറിയാൻ നിൽക്കുമ്പോൾ നീ നിൻ്റെ വീട്ടിലുള്ള അമ്മയോനെ, അല്ലെങ്കിൽ നിൻ്റെ ഉമ്മാനെ, അല്ലെങ്കിൽ നിൻ്റെ പെങ്ങളെ, അല്ലെങ്കിൽ നിൻ്റെ മകളുടെ ഒക്കെ മുഖത്തോട്ട് നീ ഒന്ന് നോക്ക്. അവരായിരുന്നു ഈ കൊച്ചിൻ്റെ സ്ഥാനത്തെങ്കിൽ നിൻ്റെ പ്രതികരണം ഇതായിരിക്കുമോ?
സഹായം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അതാണ് ആ കുഞ്ഞുങ്ങളോട് നമ്മൾ കാണിക്കാനുള്ള ഒരു മര്യാദ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി മതപഠന കേന്ദ്രത്തിലോ ഏത് മതപഠന കേന്ദ്രമാകട്ടെ കൂട്ടിക്കൊടുപ്പിന് നിൽക്കുന്നവളന്മാരെയൊക്കെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കണം. അല്ലാതെ എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? ഒരു കൊച്ച് അതിന് ഏറ്റ പീഡനം ഒരു ടീച്ചറിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ചെന്നപ്പോൾ ടീച്ചർ ഉസ്താദിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവാനും മിണ്ടാതിരിക്കുവാനുള്ള ഉപദേശം കൊടുത്ത് ഇവളുമാരെയൊക്കെ എന്താണ് പറയേണ്ടത്? ഇവളുമാരൊക്കെ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്? ഏത് നന്മയാണ് ഇവളുമാരിലൊക്കെ ഉള്ളത്? ഇവളുമാരൊക്കെ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ഇതിലും ഭേദം പോയി ചാകുന്നതാണ്. എനിവേ, സമൂഹം ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം നീതി ഒരു ഭാഗത്തുനിന്ന് കിട്ടത്തില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ സമൂഹം എന്ത് തീരുമാനിക്കണം? ഇങ്ങനെയുള്ളവന്മാരെ, അത് എവിടെയാണോ ഒളിവിലിരിക്കുന്നത്, ഇങ്ങനെയുള്ളവന്മാരെ പബ്ലിക്കായിട്ട് മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്ന് പോലീസിന് കൈമാറണം. അപ്പം പോലീസിന് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഗഡ്സെങ്കിലും ആൾക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകുകയാണ്. എവിടെ നോക്കിയാലും പീഡനം പീഡനം പീഡനം. എന്തോരം പെണ്ണുങ്ങൾ കാണിക്കാനായിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്. ഈ യൂട്യൂബിലും പൈസ കൊടുത്തിട്ട് തുണി ഊരി കാണിക്കുന്ന എത്ര എണ്ണങ്ങളുണ്ട്. ഇല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പൈസ മേടിച്ച് കിടന്നു തരാൻ തയ്യാറായിട്ടുള്ള പെണ്ണുങ്ങളുണ്ട്. അവളുമാരുടെയൊക്കെ പുറകെ പോയിക്കൂടെ? എന്തിനാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത്? എന്തിനാണ് താല്പര്യമില്ലാത്ത ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും അതുപോലെ താല്പര്യമില്ലാത്തവരെയും പീഡിപ്പിക്കാനായിട്ട് ഇറങ്ങി നടക്കുന്നത്? ഇതിന് താല്പര്യമുള്ളവരുടെ പുറകെ പോകും. എന്തിനാണ് പാവങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്നത്? അതും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നവന്മാരെയൊക്കെ തൂക്കിക്കൊല്ലണം. അതാണ് വേണ്ടുന്നത്. എനിവേ, അങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.